എന്നാ വഴിയുണ്ട്. ഇതെന്ത് കിടപ്പാ കൊച്ചമ്മേ, ഈ പാലെങ്കിലും കുടിക്കേ. വേണ്ട, എനിക്ക് ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അറിയിക്കണം. അതിന് 3-4 ദിവസം ആയില്ലേ സാറ് ജോലിക്ക് പോയിട്ട്. വരുമ്പോ പറയാം. ജാനു, ഇത് സത്യമാണോ? എന്റെ വയറ്റിലുള്ള ഈ കൺമണി? കൊച്ചമ്മ പറഞ്ഞ കണക്ക് വെച്ച് എണ്ണി നോക്കുമ്പോ സംഗതി ക്ലീനാ. പക്ഷേ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട്. വേണ്ട, ഒരു ഡോക്ടറും വേണ്ട. എനിക്ക് ഉറപ്പാ എന്റെ ഇത്രയും നേരത്തെ കാത്തിരിപ്പിന്, എന്റെ തപസ്സിന് ഈശ്വരൻ തന്നെ വരാ. ഇതറിയുമ്പോ സന്തോഷം കൊണ്ട് പൊള്ളിച്ചാടും. എന്റെ ഈ പാല് കുടിക്കൂ. സാറെന്താ വരാത്തെന്ന് അറിയില്ലല്ലോ. സാധാരണ ലേറ്റ് ആവുമ്പോ ഫോണെങ്കിലും ചെയ്യാറുള്ളതല്ലേ. ചിലപ്പോ സാറിന് സമയം കിട്ടിക്കാണില്ല. എന്താ വീട്ടിൽ വരാത്തെ? എന്തിനാ വരുന്നേ? എനിക്ക് അവിടെ ആരാ ഉള്ളേ? എനിക്കറിയാമായിരുന്നു അച്ഛൻ ക്വാർട്ടേഴ്സിൽ ഉണ്ടാവുമെന്ന്. ഒരു മകന് ഒരിക്കലും സ്വന്തം അച്ഛനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാനാ ഞാനിപ്പോ വന്നത്. അത് തെറ്റാർക്കും സംഭവിക്കാം. പക്ഷേ ചിറ്റമ്മ ഒരിക്കലും അച്ഛനോടൊന്നും ചെയ്യരുതായിരുന്നു. മറ്റാരെങ്കിലും അറിഞ്ഞാൽ മാനക്കേട് നമുക്കാ. നീ എന്താന്ന് വെച്ചാ ഗർഭിണിയാണത്രേ. പറയാതെ തന്നെ അച്ഛൻ അറിയാമല്ലോ ആരുടെ ആ കുട്ടിയെന്ന്. എടോ ശേഷാദ്രി, എന്തു പറ്റിയതെനിക്ക്? താൻ കുടിച്ചിട്ടുണ്ടോ? ഉണ്ട്, പക്ഷെ പോരാടൂ. ഇനിയും കുടിക്കാം. അതൊക്കെ നമുക്ക് പിന്നീടാകാം. വണ്ടി കയറാൻ. എനിക്ക് മരിച്ചാ മതി. എന്തിനാണോ ഞാൻ ജീവിച്ചിരിക്കുന്നത്? ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ട്. ആരെങ്കിലും പറയുന്ന കേട്ടിട്ടല്ല, എനിക്കറിയാം. പക്ഷേ എന്നെ വഞ്ചിച്ചോളെ. ഇല്ലടോ, വീട്ടില്ല ഞാൻ.
അല്ല, എവിടായിരുന്നു ഇതുവരെ? ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനായി വെമ്പലോടെ കാത്തിരിക്കുന്നു ഞാൻ. അറിഞ്ഞു, സന്തോഷമുണ്ട്. അമ്മയാകാനുള്ള നിന്റെ ആഗ്രഹം അത് സാധിച്ചല്ലേ? ഇതെങ്ങനെ? എങ്ങനെയും ചോദിക്കണ്ട. പക്ഷേ എന്നോട് ഇത് വേണ്ടായിരുന്നു. എനിക്ക് വയ്യ അന്യന്റെ കൊച്ചിന്റെ തന്തയാകാൻ, അതും മരുമകന്റെ. അണ്ണ, എന്താ ഇത്? ഓരോ നിമിഷവും നേറി മരിക്കായിരുന്നു ഞാൻ. സ്നേഹിക്കാൻ എനിക്കറിയും. പക്ഷേ അണ്ണ, ഞാൻ മിണ്ടരുതെന്ന്. അന്നെ വഞ്ചിച്ചിട്ടില്ല. അണ്ണൻ എന്നെ മാത്രമല്ല, എന്റെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ നമ്മുടെ കുഞ്ഞിനെ കൂടെയാ പാവ രാമനാഥൻ. സ്വന്തം മോനെ പോലെ എനിക്കവൻ. അണ്ണന്റെ കൈ കൊണ്ട് മരിക്കാൻ കഴിഞ്ഞ അതും ഭാഗ്യമായി ഞാൻ കരുതും. എന്നാലും നമ്മുടെ കുഞ്ഞിനെ അങ്ങ് ഇതല്ലേ സത്യമാണോ മോളെ?